നമസ്കാരം. ലോകം ഇന്ന് നേരിടുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ്. ഒന്ന് റഷ്യ യുക്രൈൻ യുദ്ധവും മറ്റൊന്ന് ഗാസയിൽ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് പോരാട്ടവും. ഗാസയിലെ വിഷയം ചർച്ച ചെയ്യുന്നതിനായി നിരവധി കൂടിക്കാഴ്ചകൾ ഇപ്പോൾ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. ഒരു ഒത്തുതീർപ്പ് സാധ്യത പലപ്പോഴും തെളിയുന്നുമുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു പരിഹാരമാകാതെ വർഷങ്ങളായി 2 വർഷത്തോളമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് യുക്രൈൻ റഷ്യ യുദ്ധം. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ റഷ്യ മുന്നേറിയിരുന്നു എങ്കിലും പിന്നീട് യുക്രൈനും സർവ്വശക്തിയും സംഭരിച്ച് അവർ റഷ്യയെപ്പോലുള്ള വലിയൊരു ഭീമനോട് ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. റഷ്യയിലെ ചില സ്ഥലങ്ങൾ വരെ യുക്രൈൻ കയ്യേറുന്ന അവസ്ഥ വരെ എത്തി. ഈ യുദ്ധത്തിന് ആര് മധ്യസ്ഥം വഹിക്കും എന്ന ചോദ്യത്തിന് അന്ന് എല്ലാവരും പറഞ്ഞ ഒരു ഉത്തരമുണ്ട്: ഇന്ത്യക്ക് മാത്രമേ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിന് ഒരു സമാധാനപരമായ പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയൂ, അതല്ലെങ്കിൽ രണ്ടുപേരെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ എന്ന്. ഇന്ത്യ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ഒരു രാഷ്ട്രത്തലവനാണ് നരേന്ദ്രമോദി. രണ്ട് രാജ്യങ്ങളോടും വളരെ നിഷ്പക്ഷമായി, വളരെ സ്നേഹത്തോടെ, സമഭാവനയോടും കൂടി പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഈ രണ്ട് ഭരണാധികാരികളുമായി അദ്ദേഹം വളരെ അങ്ങേറ്റം വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇന്ത്യ തന്നെ ഇക്കാര്യത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ ഏറ്റവും യോഗ്യതയുള്ള രാജ്യം, അഥവാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇതിന് മുൻകൈ എടുക്കണം എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോണിയിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം ഇറ്റലിയിൽ അവിടെ സന്ദർശിക്കാനെത്തിയ സെലൻസ്കിയോട് മെലോണി ഒരു കാര്യം തീർത്ത് പറഞ്ഞു: റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം പരിഹരിക്കണമെങ്കിൽ, തർക്കം തീർക്കണമെങ്കിൽ അതിന് നിങ്ങൾ ഇന്ത്യയെ മാത്രം ആശ്രയിക്കൂ എന്നാണ്. മറ്റ് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ അവിടെയുണ്ട്. അവരെല്ലാം ഒരുപക്ഷെ സമാധാന ചർച്ചകളിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ളവരാണ്. പക്ഷേ ഇന്ത്യക്ക് മാത്രമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകാൻ കഴിയുന്നത് എന്നും. ഇക്കാര്യം ഉറപ്പായും സെലൻസ്കിയും സമ്മതിച്ച് കാണും എന്നുള്ളത് തീർച്ചയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 മാസത്തെ ഇടവേളയിലാണ് റഷ്യയിലും യുക്രൈനും സന്ദർശനം നടത്തിയത്. അദ്ദേഹം നടത്തിയ സന്ദർശനങ്ങളിലൊന്നും തന്നെ ഞങ്ങൾ അവിടെ സമാധാന ചർച്ച നടത്തുന്നു എന്നൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല. മാത്രവുമല്ല, പ്രധാനമന്ത്രി ആദ്യം റഷ്യ സന്ദർശിച്ചപ്പോൾ സെലൻസ്കി അക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. റഷ്യയിൽ എന്തുകൊണ്ട് പോയി എന്നുള്ള ചോദ്യമൊക്കെ അദ്ദേഹം ചോദിക്കുകയും റഷ്യക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർത്തുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. ഏതായാലും അതിന് 1 മാസം പോലും ആകുന്നതിന് മുമ്പ് അദ്ദേഹം യുക്രൈൻ സന്ദർശിച്ചു. യുക്രൈനിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഐതിഹാസികമായിരുന്നു. അതിനോട് വലിയ ഒരു വരവേൽപ്പാണ് ലഭിച്ചത്. ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി രണ്ട് രാജ്യങ്ങളിലും പറഞ്ഞത്. രണ്ട് ഭരണാധികാരികളോടും നിങ്ങൾ യുദ്ധം നടത്തണമെന്നും ഞങ്ങളതിന് മധ്യസ്ഥത വഹിക്കാമെന്നൊന്നും അദ്ദേഹം ഔപചാരികമായി, അതല്ലെങ്കിൽ നയതന്ത്ര തലത്തിൽ ചർച്ച നടത്താം എന്നൊന്നും പ്രഖ്യാപനം നടത്തിയിരുന്നില്ല. ഒരുപക്ഷെ വ്യക്തിപരമായ അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇക്കാര്യം മുന്നോട്ട് വെച്ച് കാണുമായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഒരു കാലത്ത് ഇന്ത്യക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ. ആ സോവിയറ്റ് യൂണിയൻ വിഭജിച്ച് പല രാജ്യങ്ങളായപ്പോൾ അങ്ങനെ സംഭവിച്ചാണ് റഷ്യയും യുക്രൈനും ഒക്കെ വേറെ വേറെ രാജ്യങ്ങളായി മാറിയത്. എങ്കിലും ആ രാജ്യത്തെ ജനങ്ങൾക്ക്, അത് സോവിയറ്റ് യൂണിയൻ ആണെങ്കിലും പിന്നീട് വിഭജിക്കപ്പെട്ട രാജ്യങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ, ആ ജനതയ്ക്ക് ഇന്ത്യക്കാരോട് എന്നും അവരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം അവർ നൽകിയിരുന്നു എന്നുള്ളത് നമ്മൾ എക്കാലത്തും ഓർക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രണ്ട് രാജ്യങ്ങളും സന്ദർശിക്കുമ്പോൾ തങ്ങൾ രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള ഈ തർക്കത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ പറ്റിയ ആൾ തങ്ങളുടെ പ്രിയപ്പെട്ട രാജ്യത്തെ ഭരണാധികാരി തന്നെയാണ് എന്ന് ഒരുപക്ഷെ ഇരു രാജ്യങ്ങളും കരുതിയിരുന്നത്. നേരത്തെ തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ആരുടെയും പക്ഷം ചേർന്നില്ല. റഷ്യയിൽ നിന്നാണ് ഒരുപക്ഷെ ഇന്ത്യ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. അതുപോലെ റഷ്യ യുക്രൈൻ യുദ്ധം മുറുകുമ്പോൾ യുക്രൈന് ആവശ്യമായ മരുന്നും മറ്റ് അവശ്യ വസ്തുക്കളൊക്കെ എത്തിച്ചു കൊടുത്തത് ഇന്ത്യയാണ്. അങ്ങനെ രണ്ടുപേരോടും നമ്മൾ ചേരിചേരാ നയം തന്നെയാണ് സ്വീകരിച്ചത്. മാത്രമല്ല, പല അന്താരാഷ്ട്ര വേദികൾ, ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള വേദികളിലൊക്കെ തന്നെ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും പലരും വീറ്റോ ചെയ്യാനൊക്കെ ഒരുങ്ങുമ്പോഴൊക്കെ തന്നെ അന്ന് ഇന്ത്യ അവിടെയും തീർത്തും നിഷ്പക്ഷത പാലിക്കുക തന്നെയായിരുന്നു. ഇതൊക്കെ ഈ രണ്ട് രാജ്യങ്ങളുടെയും ജനത വളരെ ആവേശത്തോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടി കാണുന്നുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ട് രാജ്യങ്ങളും, റഷ്യയിലും യുക്രൈനിലും ഒക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച വരവേൽപ്പ്. ഏതായാലും ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോണിയുടെ വാക്കുകൾ അത് യാഥാർത്ഥ്യമായി തീരാൻ തന്നെയാണ് സാധ്യത. ഈയിടെ G8 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടപ്പോഴും
ഇറ്റലിയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് വളരെ വാചാലയായി സംസാരിച്ച പ്രധാനമന്ത്രിയാണ് മെലോണി. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ചൂണ്ടിക്കാട്ടി ഇതാ ഇവരാണ് നിങ്ങൾക്ക് സമാധാനം എത്തിക്കാനുള്ള, നിങ്ങളുടെ രാജ്യത്ത് സമാധാനം കൊണ്ടുവരാനുള്ള ഭരണാധികാരി എന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അങ്ങേയറ്റം അഭിമാനത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയാണ് അത് സമ്മാനിച്ചത് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. ഇന്ത്യക്ക് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ പ്രശ്നം വളരെ കൃത്യമായി പരിഹരിക്കാൻ കഴിയുക എന്നുള്ളത് 100% ഉറപ്പാണ്.